ഹായ് യോൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പിലെ രണ്ടാമത്തെ മത്സരം ബ്രസീൽ നാളെയാണ് കളിക്കുക. നാളെ രാവിലെ ഇന്ത്യൻ സമയം 6:30 നടക്കുന്ന മത്സരത്തിൽ ഹെയ്ത്തിയാണ് ബ്രസീലിന്റെ എതിരാളികൾ. ഈ മത്സരത്തിൽ നെയ്മർ ജൂനിയർ കളിക്കില്ല എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ടീമിനോടൊപ്പം നെയ്മർ ട്രാവൽ ചെയ്യില്ല എന്നുള്ളത് CBF സ്ഥിരീകരിച്ചിരുന്നു. മറിച്ച് നെയ്മർ ഇപ്പോൾ ഇൻഡിവിജ്വൽ ട്രെയിനിങ് നടത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് വരുന്ന ഞായറാഴ്ച നെയ്മർ ജൂനിയറെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഈ ഹെയ്ത്തിക്കെതിരെയുള്ള മത്സരം അവസാനിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ട്രെയിനിങ് സെഷനിലായിരിക്കും നെയ്മർ ജൂനിയർ തന്റെ സഹതാരങ്ങളോടൊപ്പം ബോൾ കൊണ്ടുള്ള ട്രെയിനിങ് ആരംഭിക്കുക എന്നാണ് ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നെയ്മർ ജൂനിയർ ഗ്രൂപ്പിനോടൊപ്പം തിരിച്ചെത്തിയിരുന്നു. പക്ഷേ നെയ്മർ വാമപ്പ് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഗ്രൂപ്പിനോടൊപ്പം പരിശീലന മത്സരത്തിൽ നെയ്മർ ജൂനിയർ പങ്കെടുത്തിട്ടില്ല. ആ ട്രെയിനിങ് നടത്തിയിട്ടില്ല. അത് ഹെയ്ത്തിക്കെതിരെയുള്ള മത്സരത്തിന് ശേഷമുള്ള ആദ്യത്തെ ട്രെയിനിങ്ങിൽ അഥവാ ഞായറാഴ്ച ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം സ്കോട്ട്ലാൻഡിനെതിരെ കളിക്കുമോ എന്നുള്ളതാണ്. അതിപ്പോഴും ബ്രസീൽ തീരുമാനിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ വീക്കെൻഡിലെ പ്രാക്ടീസിലെ പെർഫോമൻസിന് അനുസരിച്ചുകൊണ്ടാണ് കാർലോ ആഞ്ചലോട്ടി ഒരു തീരുമാനം എടുക്കുക. അതായത് സ്കോട്ട്ലാൻഡിനെതിരെയുള്ള മത്സരത്തിൽ നെയ്മർ ജൂനിയർ കളിക്കുമോ എന്ന കാര്യം നമുക്ക് ഇപ്പോഴും സംശയത്തിലാണ്. അദ്ദേഹം ആ മത്സരത്തിൽ ഇത്തവണത്തെ വേൾഡ് കപ്പിൽ അരങ്ങേറ്റം നടത്തുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. സംശയം ഇപ്പോഴും നീങ്ങിയിട്ടില്ല. ട്രെയിനിങ് സെഷനുകൾക്ക് ശേഷം മാത്രമായിരിക്കും കാർലോ ആഞ്ചലോട്ടി തീരുമാനിക്കുക. ജൂൺ 25 അഥവാ വ്യാഴാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 3:30 ബ്രസീലും സ്കോട്ട്ലാൻഡും തമ്മിലുള്ള ഒരു മത്സരം നടക്കുക. ആ മത്സരത്തിലെങ്കിലും നെയ്മർ കളിക്കളത്തിലേക്ക് മടങ്ങി എത്തണേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരാധകർക്കുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.